ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കണ്ടിരുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഇന്നും കൂടെ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം. പിന്നെ എന്താണ്, ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, വെള്ളിയാഴ്ച നമ്മുടെ കുഞ്ഞാവയുടെ 28 കെട്ടാണ്. അപ്പം അതിന് പോകണം. അപ്പം അതിനിങ്ങനെ ജംഗ്ഷൻ വരെ പോയാലല്ലേ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പം അതിനങ്ങനെ പോവുക വരിക, പിന്നെ ഒന്നും ശരിയാവുന്നില്ല, പിന്നെയും പോവുക പിന്നെയും വരിക, അങ്ങനെ പോയി നിൽക്കുക. ഇന്നും കൂടെ പോകണം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് രാവിലെ ജംഗ്ഷൻ വരെ ഒന്ന് പോകണം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരുങ്ങുവാണ്. വലിയ മേക്കപ്പൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ഒരുക്കമൊക്കെ ഇതാ. പിന്നെ നമ്മുടെ പെൻസിൽ ഇത് ഇത്രയായി. ഇന്ന് ഒരു പെൻസിൽ വാങ്ങിക്കണം. ഇത് പെൻസിലിൻ്റെ അടപ്പ് ഇത്രയായി. ഇനി നമുക്ക് പെൻസിലൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് എനിക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് കണ്ണെഴുതാം. കണ്ണെഴുതി പിരിയം കണ്ടോ, ഇത്ര പിരിയേ ഉള്ളൂ. അപ്പോൾ പിരിയം എഴുതാൻ എനിക്ക് വാക്കില്ല. ഞാൻ കണ്ണാടി നോക്കി വരച്ചാലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ പിരിയമൊക്കെ ഒരുവിധം പെൻസിൽ വെച്ച് ശരിയാക്കി. ഇനി നമുക്ക് കണ്ണിനകം എഴുതാം. കൺമഷിയില്ല, ഈ പെൻസിൽ വെച്ച് തന്നെയാണ് നമ്മൾ കണ്ണിനകം എഴുതുന്നത്. ഇന്ന് പോകുമ്പോൾ നമുക്ക് കണ്ണിനകം എഴുതാൻ ഒരു പെൻസിൽ കൺമഷി വാങ്ങിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പൊട്ട് തൊടണം. അങ്ങനെ പൊട്ട് തൊട്ടു. ഇനി നമുക്കെന്താ, സിന്ദൂരം തൊടണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് കേട്ടോ. പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല. ഇനി നമ്മുടെ കാർക്കൂന്തലൊന്ന് ചീകിക്കെട്ടണം. കാർക്കൂന്തലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇത്രയൊന്നും ഇല്ല. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഴിവാല് പോലെ ഒരിച്ചിരിയേ ഉള്ളൂ. ഇതെന്താ എൻ്റെ ഫോണിനകത്ത് ഇടയ്ക്കിങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് അവസ്ഥ. അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒന്ന് കുടഞ്ഞിടുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നു. ഉണങ്ങിയ മുടിയാണെങ്കിൽ ഞാനങ്ങ് പിന്നിടും. എൻ്റെ സ്ലൈഡ് കണ്ടായിരുന്നു കൂട്ടുകാർ. 5 രൂപയുടെ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കുത്തുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പൊക്കെ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പം ചോറ് വെക്കാനൊക്കെ നിന്നു. ചോറൊക്കെ വേവായപ്പോഴത്തേക്ക് ചേട്ടൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നു. അപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ പിന്നെ അത് കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇച്ചിരി ഏറെ മീനുണ്ടായിരുന്നേ. അപ്പം നമുക്ക് അത്രയും മീൻ കറി വെക്കാനുള്ള ചട്ടിയില്ല, മൺചട്ടി ഇല്ലായിരുന്നു. ചെറിയ മൺചട്ടിയാണ്. പിന്നെ ഞാൻ വെച്ചെന്നാൽ ഉരുളിക്കകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ഉലുവ, കരിയാപ്പില ഇതെല്ലാം ഇട്ടു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ആദ്യം അങ്ങ് മറന്നായിരുന്നു. ഇങ്ങനെ ഏട്ടനാണ് വന്ന് വീഡിയോ എടുത്തു തന്നത്. അപ്പോൾ ഇത്രയും ഇട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി. അതിന് ശേഷം അരപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ മീൻപുളി ഇട്ടു, ഇച്ചിരി ഉപ്പിട്ടു. ഇതെല്ലാം അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പോൾ മീൻ കഷ്ണവും പറക്കിയിട്ടു. അങ്ങനെ നമ്മുടെ മീൻകറി അടുപ്പത്തായി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മീൻകറിയൊക്കെ വെക്കാൻ അറിയാമല്ലോ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല, ഒരുവിധം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് വെക്കും. അങ്ങനെ മീൻ അടുപ്പത്തൊക്കെ വെച്ച് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇന്ന് മഴ നനഞ്ഞൊക്കെയാണ് വന്നത്. പിന്നെ മോളെ നൈറ്റിന് കൊണ്ടുവിട്ടത് മോനായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഒരുവിധം വെന്തു. പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇച്ചിരി ചാറ് കിടക്കട്ടെന്ന് വിചാരിച്ചു. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, കരിയാപ്പില ഇട്ടു.
അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ വെന്തു. ഞങ്ങൾ അത്താഴം കഴിക്കാനായിട്ട് ചോറും മീൻകറി, രാവിലത്തെ മത്തിക്കറി, പരിപ്പ് കറി ഇത്രയായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരി.